കേൾക്കുന്നുണ്ടോ നിങ്ങക്ക്? യെസ്. റിച്ചാർഡ്, ക്യാൻ യു ഹിയർ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. Okay, central processing unit, that is CPU, and CPU is known as the brain of computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്, തലച്ചോറ്. അതായത് നമുക്കറിയാം നമ്മുടെ തലച്ചോറ് എവിടെയുള്ളേ? ഡു യു നോ വെർ ഈസ് അവർ ബ്രെയിൻ? ദാറ്റ് യു നോ. വെരി ഗുഡ്, ഗുഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺ അവർ ഹെഡ്. നമ്മുടെ ഹെഡില്, നമ്മുടെ സ്കള്ളില്, അതായത് തലയോട്ടിയുടെ ഉള്ളിലാണുള്ളത് അല്ലേ നമ്മുടെ ബ്രെയിന്. ഓക്കെ, എന്തിനാ ഈ ബ്രെയിന്? ആർക്കറിയാം ബ്രെയിൻ എന്തിനാണെന്ന്? റിച്ചാർഡിന് അറിയാവോ? Oh, Richard is ready to answer. Tell loudly, my dear. എല്ലാം ഓർത്ത് വെക്കാൻ. വെരി ഗുഡ്. എല്ലാം ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് അല്ലേ? നമ്മുടെ ബ്രെയിന് നമ്മൾക്ക് മെമ്മറി പവർ തരുന്നതാണ്. നമ്മൾ എല്ലാം ഓർത്ത് വെക്കാം, ഓർമ്മശക്തി തരുന്നതാണ്. ഓക്കെ, അപ്പോള് അതാരാ? ആദിത്യനൂപേ, മുത്തേ, എന്താ ഇവിടെ നടക്കുന്നത് ആദിത്യനൂപ്? ഓക്കെ, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടി അല്ലേ? അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും ഓർക്കുവോ? നോ, വി വിൽ ഫോർഗെറ്റ് എവരിതിങ്. വി വിൽ നോട്ട് റിമെമ്പർ എനിത്തിങ്. And tomorrow, if anything happens to your brain, and tomorrow if I come to you and ask, do you know who am I, എന്ന് പറയും. നിങ്ങളുടെ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചു ചോദിച്ചാല് മിസ് വന്നിട്ട് ചോദിക്കും, മോനെ എന്നെ അറിയോ, മോളെ ടീച്ചറിനെ അറിയാലെന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയും. കാരണം വി വിൽ നോട്ട് റിമെമ്പർ, isn't it? അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ പഠിച്ചു. കമ്പ്യൂട്ടർ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറി പവർ. കമ്പ്യൂട്ടറിന്റെ ഒരുപാട് ഓർമ്മശക്തി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചാണല്ലോ. ഈ ഓർമ്മയെല്ലാം എവിടെ സൂക്ഷിച്ചു വെക്കുന്നത്? ഇൻ CPU. സോ CPU is known as the brain of computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്തെങ്കിലും കമ്പ്യൂട്ടറിന്റെ CPU ഒന്നും പ്രയോജനമില്ല, അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ഓക്കെ, അലോൺ ജോസഫ്. ടീച്ചർ മ്യൂട്ട് ആക്കില്ല. ആര് മ്യൂട്ട്? നീ തന്നെ മ്യൂട്ട് ആക്കിക്കോ. Okay, now I have muted up. Okay, so this is the CPU. It is the brain of computer. CPU stands for, all of you say, Central Processing Unit. Fatima VVU. Fatima VV, please say Central Processing Unit. Why Nia is not responding? Nia, say Central Processing Unit. CPU. അടുത്ത ദിവസം ഡിക്റ്റേഷൻ ഇടുന്ന വാക്ക് ഏതാണെന്ന് അറിയാമോ? CPU. CPU മാത്രമല്ല, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. യു ഹാവ് ടു സ്റ്റഡി ദ സ്പെല്ലിംഗ് ഓഫ് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ, വിൽ യു ഓൾ സ്റ്റഡി? And the CPU helps the computer to remember things. CPU ആണ് കമ്പ്യൂട്ടറിനെ എല്ലാം ഓർത്തിരിക്കാൻ സഹായിക്കുന്നത്. കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് CPUവിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഓർക്കൂല. നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നഷ്ടപ്പെടും. ഓക്കെ, okay, I think and remember with my brain. My brain tells us the parts of my body what to do. ഇനി നമ്മുടെ ബ്രെയിനിന്റെ കാര്യം പറഞ്ഞല്ലോ അവിടെ. നമ്മുടെ ബ്രെയിൻ എന്തെന്നാ പറഞ്ഞത്? നമ്മളെ എല്ലാം ഓർത്തിരിക്കാൻ സഹായിക്കുന്ന. ഓർത്തിരിക്കാൻ മാത്രമല്ല, ബ്രെയിൻ ഗീവ് ഡയറക്ഷൻ ടു ഈച്ച് പാർട്ട് ടു ഡു വാട്ട്, ഹൗ ടു ഡു. എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ ഭാഗത്തിനും നമ്മുടെ ശരീരത്തിലെ ഹാൻഡിനോട്, പിന്നെന്താ പറയണ്ട, ലെഗിനോട് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്? ബ്രെയിൻ ആണ്. സപ്പോസ് ഇഫ് എനി ആന്റ് ബൈറ്റ്സ് യു, വാട്ട് യു വിൽ ഡു? Ayan Vijesh, Ayan is doing something else. Ayan, please unmute yourself. Ayan, if any ant bites you, what you will do, my dear? ഒരു ഉറുമ്പ് മോനെ കടിച്ചാൽ മോൻ എന്ത് ചെയ്യും? മുത്തിങ്ങോട്ട് നോക്കി പറ. വേദന എടുക്കും. അപ്പൊ മോൻ എന്ത് ചെയ്യൂന്നാണ് ഞാൻ ചോദിച്ചത്. വാട്ട് യു വിൽ ഡു? തട്ടിക്കളയും. ഓക്കെ, തട്ടിക്കളയും. ആര് പറഞ്ഞിട്ടാണ് തട്ടിക്കളയുന്നത്? അമ്മ വന്ന് പറഞ്ഞിട്ടാണ് തട്ടിക്കളയുന്നത്? Or will your daddy say, or grandpa say, or grandma say, brother or sister? Anybody will anyone tell? ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും പറയുന്നതിന് മുന്നേ തന്നെ മോൻ ഓട്ടോമാറ്റിക്കലി മോൻ അതിനെ എന്ത് ചെയ്യും?
ജസ്റ്റ് ഹിയർ യു വിൽ ഡു ലൈക്ക് ദിസ് വേ. അല്ലെ മക്കളെ, നിങ്ങളൊക്കെ എങ്ങനെയല്ലേ ചെയ്യുന്നേ? നിങ്ങൾ ഒരു ഉറുമ്പ് കടിച്ചോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളോട് ആരും പറയണ്ട, നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? അതിനെ തട്ടിക്കളയും അല്ലെ? ബിക്കോസ് യു ഫീൽ പെയിൻ. വൈ യു ഡു ലൈക്ക് ദാറ്റ് വേ? ബിക്കോസ് യു ഫീൽ പെയിൻ. വേദന എടുക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ മമ്മി പറയാനോ അച്ഛൻ പറയാനോ ഗ്രാൻഡ്മ പറയാനോ ഗ്രാൻഡ്പാ പറയാനോ ഒന്നും നിൽക്കൂല, അതിനെ മുന്നേ ചെയ്യും. ആൻഡ് ഐ വാണ്ട് മിക്താദ് പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. മൊത്തം അൺമ്യൂട്ട് ചെയ്തേ. മിക്താദിന്റെ കൂടെ കളിക്കുന്ന ആരാ ക്ലാസ് ടൈമില്? മിക്താദ് പ്ലീസ് അൺമ്യൂട്ട്. മോന്റെ കൂടെ കളിക്കുന്ന ആരാ ഇപ്പം? മുത്തേ ഇങ്ങോട്ട് നോക്കട്ടെ ചക്കരെ. മിക്താതെ ഇങ്ങ് നോക്ക് മുത്തേ. മോൻ ഇനി അൺമ്യൂട്ട് ചെയ്യില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വരാം. മോന് ഈ ക്ലാസ് ടൈമിൽ കുഞ്ഞിന്റെ കൂടെ കളിക്കുന്ന ആരാണ്? ഈ 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ടൈമാണ്, കളിക്കാനുള്ള ടൈം അല്ല. സോ ബി അവെയർ ഓഫ് ദാറ്റ്. എല്ലാ കുട്ടികളോടും കൂടി ടീച്ചർ പറയുന്നു കേട്ടോ. നമുക്ക് ഓരോ പീരിയഡ് എന്ന് പറയുന്നത് only 40 minutes we get. At that time you don't do any other business. നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഫ്രണ്ട്സോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് 40 minutes എനിക്ക് പഠിക്കാനുള്ളതാണ്, ഇപ്പൊ കളിക്കരുതെന്ന് പറയണം കേട്ടോ. എല്ലാരും പറയൂലേ? Okay, don't play now during this class time. And ഞാൻ മിക്താദ് പ്ലീസ് ലിസൺ ഹിയർ മൈ ഡിയർ. മുത്ത ഇങ്ങോട്ട് നോക്കട ചക്കരെ. മോൻ എന്തിനാ എഴുന്നേറ്റ് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും? ക്ലാസ്സിന്റെ ടൈം അല്ലേ, കുഞ്ഞ് ശ്രദ്ധിക്കുക. ഓക്കെ മോനെ. ഫാത്തിമ is stuck, I think. ഫാത്തിമ കെയും സ്റ്റക്ക് ആണോ മുത്തേ? ഓക്കെ ഓക്കെ. മിക്താദ് ഗുഡ് ബോയ്, നല്ല മോനാണ്. അങ്ങനെ ക്ലാസ്സിൽ അടങ്ങിയിരിക്കേ. ഓക്കെ, ടീച്ചർ ചോദിക്കട്ടെ. റിച്ചാർഡ്, അതിനിടയ്ക്ക് നീ നീ വർത്താനം പറയാൻ പോയല്ലേ? നീ സ്കൂൾ തുറന്നിട്ട് വാടാ ചക്കര, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇഫ് എ ഡോഗ് കംസ് വാട്ട് യു വിൽ ഡു? എന്ത് ചെയ്യും? എല്ലാരും ഒന്ന് ആലോചിച്ചേ. വാട്ട് യു വിൽ ഡു? യു ആർ പ്ലേയിങ് ഓൺ യുവർ കോർട്ട്യാർഡ് ആൻഡ് ഇഫ് എ ഡോഗ് കംസ് ടു യു, വാട്ട് യു വിൽ ഡു? ജസ്റ്റ് ഇമാജിൻ. ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്യൂന്ന് മക്കള്. What you will do? Hi Shvivi. What you will do if a dog come? ആയിഷ ഒന്ന് അൺമ്യൂട്ട് ചെയ്താ മുത്തേ. ആയിഷ എന്ത് ചെയ്യും? ആയിഷ കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു ഡോഗ് വന്നാല് ഇങ്ങോട്ട് നോക്കേ. അയ്യോ, ആയിഷ ഒന്നും ചെയ്യൂല അല്ലെ ആയിഷേ? ഓക്കെ, ഹാദിയ what you will do Hadia if a dog comes while you are playing? You will run, isn't it? നിങ്ങൾ എല്ലാരും അങ്ങനെയല്ലേ ചെയ്യുന്നേ? എല്ലാരും അങ്ങനെ ചെയ്യൂല്ലേ? ടീച്ചർ നമ്മുടെ ടൈം തീരാറായതുകൊണ്ട് ടീച്ചർ ഓരോരുത്തരോട് ചോദിക്കുന്നില്ല. ടീച്ചറിന് ഉറപ്പുണ്ട് നിങ്ങൾ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡോഗ് വന്നാല് കുറച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും ജീവനം കൊണ്ട് ഓടും അല്ലെ? വെരി ഗുഡ്. ഓക്കെ യു ആർ ഷോയിങ് ദി ആക്ഷൻ. ഗുഡ്. നിങ്ങൾ ഓടി രക്ഷപ്പെടുക. ആര് പറഞ്ഞിട്ടാ നിങ്ങൾ ഓടുന്നത്? ഡോഗ് പറയുവോ? ഓ ഐ ആം കമ്മിങ്, യു റൺ 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 എന്ന് പറയുവോ ഡോഗ്? ഇല്ല അല്ലേ? അങ്ങനെയൊന്നും പറയൂല അല്ലേ? ഓക്കെ, ആ ഡോഗ് ഒന്നും പറയൂല. അല്ലെങ്കിൽ മമ്മി പറയാനോ ഫാദറോ മദറോ അല്ലെങ്കിൽ ഗ്രാൻഡ്പാ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയാനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യില്ല, നിങ്ങൾ ഓടും. ആരും പറയാൻ നിൽക്കൂല അല്ലെ? ജീവനും കൊണ്ട് ഓടും. ബിക്കോസ് യു തിങ്ക്. നിങ്ങൾ ചിന്തിച്ചിട്ട്, നിങ്ങൾ പറഞ്ഞല്ലോ ബ്രെയിൻ ഉണ്ടെന്നല്ലേ? നമുക്ക് ആ ബ്രെയിൻ അപ്പൊ തോന്നിക്കും വേഗം എസ്കേപ്പ് എന്ന് തോന്നിക്കും. എസ്കേപ്പ് സഡൻലി എന്ന് തോന്നിക്കും നമുക്ക്, രക്ഷപ്പെട്ടോളുക എന്നുള്ളത് അല്ലെ? ഇവിടെ ചിലര് പറയും ഞാൻ കല്ലെടുത്തറിയും വടിയെടുത്ത് അടിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നും ചെയ്യണ്ട. ഡോഗ് മേ അറ്റാക്ക് യു. അതുകൊണ്ട് ഡോഗിനെ ഒന്നും ചെയ്യാൻ പോണ്ട. യു ട്രൈ ടു എസ്കേപ്പ് ഫ്രം ദാറ്റ് ഡോഗ്. അത്ര ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് വി ക്യാൻ തിങ്ക്, ബട്ട് കമ്പ്യൂട്ടർ കനോട്ട് തിങ്ക്. കമ്പ്യൂട്ടറിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊരു വടിയെടുത്ത് കമ്പ്യൂട്ടറിന് ഒരു അടി കൊടുത്താൽ കമ്പ്യൂട്ടർ ഓടി രക്ഷപ്പെടുവോ? കമ്പ്യൂട്ടർ ഭയങ്കര മെമ്മറി പവർ ഉണ്ട്, നമ്മളെക്കാളും മെമ്മറി പവർ ഉണ്ട്. കമ്പ്യൂട്ടർ ഹാസ് എ ലോട്ട് ഓഫ് മെമ്മറി പവർ ദാൻ us. But will computer run and escape from us, or will it save by itself? No, it will
it will be there only. It will not run or do anything. അതൊന്നും ചെയ്യത്തില്ല. കാരണം അതിന്റെ മെമ്മറി പവർ ഒക്കെ ഉണ്ടെങ്കിലും അതിന് it will work only according to the instructions that we give. Okay, but we human beings, what we will do? Jalwa Fatima, please listen here, my dear. Okay, what we will do? We will just think and we will try to escape. നമ്മൾ എങ്ങനെയാലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും അല്ലേ, ആരും പറഞ്ഞില്ലെങ്കിലും. ഓക്കെ, നമ്മുടെ ടൈം തീർന്നു മക്കളെ. ഓക്കെ, ബൈ ബൈ then. Be good children. See you on next week. Okay, അടുത്ത ആഴ്ച നമുക്ക് കാണാം. Okay. Good. Okay, have a nice day. Bye bye. See you. Okay.